മനസ്സ് പറയണേ ചാടുമോനെ. അപ്പ ചാടിക്കോണം. നിങ്ങളൊരു തവളനെ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് നോക്ക്, അത് അപ്പം തന്നെ വെള്ളത്തിൽ നിന്ന് ചാടും. കാരണം അതിന് മനസ്സിലായി അവിടെ നിന്ന് അപകടമാണ്. അത് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിൽ നിർത്തി ചാടും. ഇതെന്താണ് ഇത്, നീ എന്റെ ചൂടുവെള്ളത്തിലിട്ട് കൊല്ലാൻ നോക്കി എന്നാ ഈ പറഞ്ഞ തവളനെ നിങ്ങൾ തണുത്ത വെള്ളത്തിലിട്. എന്നിട്ട് കുറേശ്ശായിട്ട് ഇങ്ങനെ ചൂട് കൂട്ട്. തവള ഇങ്ങനെ എൻജോയ് ചെയ്യും. ഇതെന്തത് സ്പാ, എന്തൊരു കുളിരപ്പാ. അപ്പൊ ചൂട് കുറച്ചും കൂടി കൂട്ടുക. ഇതിപ്പോ എന്തട്ടെ, ഇത് സോനെ. അപ്പൊ കുറച്ചും കൂടി ചൂട് ഇങ്ങനെ കൂട്ടി കൊടുക്ക. ഇതെന്നെ കൊല്ലാൻ നോക്കണ്ട ആരെങ്കിലും. ആ തവള അവിടെ കിടന്ന് ചാവും. അതെ, ആ ചൂടുവെള്ളത്തിൽ നിന്ന് ചാടാൻ പറ്റാത്തോണ്ടൊന്നല്ല, ഒറ്റ പ്രശ്നമുള്ളൂ, ആ സമയത്ത് ചൂട് കൂടുമ്പോൾ തന്നെ ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കാൻ അതിന് പറ്റിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണത്. എന്താ ചെയ്യാ, നമ്മളിപ്പോൾ ഇങ്ങനെ നെറ്റിക്ക് നടുവിൽ ഇങ്ങനെ 101 പ്രാവശ്യം വരച്ചു നോക്ക്, ദൈവത്തിനെ കാണാം. കുറച്ച് കഴിയുമ്പോൾ ചോര അങ്ങനെ ഒഴിക്കും. നമ്മുടെ ദേഹത്തിന് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചില പാടുകളൊക്കെ ഉണ്ടാവും. അത് വളരെ സ്ലോലി നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ പൊള്ളിയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരിയ തോതിലുള്ള ആ മാറ്റം നമ്മളെ ബ്രെയിൻ ഡിറ്റക്റ്റ് ചെയ്യില്ല, ബ്രെയിന് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് അപകടം ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വന്നോളുന്നില്ല. അതിങ്ങനെ പതുങ്ങിയാവും വരുന്നത്. പക്ഷേ പതുക്കനെയാണ്, എന്നാലും സ്ട്രോങ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ അതൊരു വിഷലിപ്തമായിട്ടുള്ള സുഹൃത്ത് ബന്ധമാകാം, അല്ലെങ്കിൽ മനുഷ്യന് പോകാൻ തോന്നാത്തൊരു പണിയാവാം, അല്ലെങ്കിൽ മൊത്തം മുഷിഞ്ഞ് നാറിയ റൂമിൻ്റെ ഉള്ളിൽ മണത്ത് ജീവിച്ചു പോകായിരിക്കും. അതിങ്ങനെ പതുക്കെ പുക വലിച്ചു വിട്ടിട്ടായാലും അവസാനം ഖലാസ് ഫിനിഷ്ഡ്, നമ്മുടെ ലൈഫ് തീരും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഏത് വെള്ളത്തിലാണ് കിടക്കണമെന്ന് ചോദിച്ചു നോക്കുക. അവനവനോട് ചോദിച്ചു നോക്കുക, ചാടാനുള്ള ടൈം ആയിട്ടുണ്ടോ? മനസ്സ് പറയണേ ചാടുമോനെ. അപ്പം ചാടിക്കോണം. പിന്നെ ചാടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരിക്കലും ചാടാൻ പറ്റിയില്ല എന്ന് വരും.